ചില സമയത്തൊക്കെ ഞാൻ വീട്ടിൽ വളരെ എളുപ്പത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തയ്യാറാക്കി കൊടുക്കും കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഐറ്റംസ് ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ തയ്യാറാക്കിയ ഒരു ഐറ്റം ആയിരുന്നു ഇത് കേട്ടോ. പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി, എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു സോസ് തയ്യാറാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം മയോണൈസ് എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ എടുക്കുന്നത്, സോസ് അല്ല കേട്ടോ. അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു തിക്കായിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ തിക്നെസ് എത്രയും വേണ്ട, കുറച്ചൊന്ന് നമുക്ക് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഒന്നൊന്ന് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു പാൻ എടുക്കുന്നുണ്ട്. ഈ പാനിലേക്ക് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ എനിക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ, ഇതാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ബ്രെഡ് ഒന്ന് ലൈറ്റായിട്ട് ടോസ്റ്റായി വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ പാനിൽ തന്നെയാണ് ബാക്കി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാന് അടിക്ക് പിടിക്കാത്ത ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ കയ്യിൽ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള ഏതെങ്കിലും പാത്രം ആയിരിക്കണം കേട്ടോ. ഉറപ്പാക്കണം താഴെ ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പ് പാനാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഇനി ഞാൻ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് നിരത്തി വെക്കണം കേട്ടോ. അതിനുശേഷമാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്, അതും അതിൻ്റെ മുകളിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ തക്കാളി, അതും 1 എടുത്തേക്കുന്നത്. വലിയ തക്കാളി ഒന്നും വേണ്ട, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി മതി. അതും കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എരിവ് ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അവിടെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടണ്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഇതിലേക്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഏത് ചീസാണോ അടുത്ത് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചീസിൻ്റെ സ്ലൈസൊക്കെ ഉണ്ടാവും, അതായിരിക്കും കൂടുതൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുക. അതാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിക്കുകയാണ് ചെയ്യാനുള്ളത്. ഞാൻ പ്രത്യേകം പറയുകയാണെ, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് തീ ഓഫ് ചെയ്തൊക്കെയായിരുന്നു. ആദ്യം നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തില്ലേ, അത് കഴിഞ്ഞ് തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത് അടച്ച് വെച്ച് സിമ്മിൽ വേവിച്ചെടുക്കുന്നത്. വളരെ സിമ്മിലാക്കി ഇട്ട് കൊടുക്കുക. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഐറ്റംസിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതും അതുപോലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മൾ ആ ബ്രെഡൊക്കെ കൂട്ടിയിട്ട് വേണം കഴിച്ച് നോക്കാനായിട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.